1970-ലെ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് നൽകേണ്ട വെള്ളം നൽകാതെ തമിഴ്നാട് തുടർച്ചയായി കരാർ ലംഘിക്കുന്നുവെന്നാണ് പരാതി. കരാർ പ്രകാരം എല്ലാ വർഷവും ഫെബ്രുവരി, സെപ്റ്റംബർ മാസങ്ങളിൽ 1-ാം തീയതി കേരള ഷോളയാർ ഡാം നിറയ്ക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇത്തവണയും ഷോളയാർ ഡാം നിറച്ചില്ല. ജലസംഭരണിയിൽ ഇപ്പോൾ 2650 അടി വെള്ളമാണുള്ളത്. അതായത് സംഭരണശേഷിയുടെ 78.53% മാത്രം. വൈദ്യുതി ഉൽപ്പാദനത്തിലും മാത്രം, അതായത് ഷോളയാറിലും പെരിങ്ങൽകുത്തിലും വൈദ്യുതി ഉൽപ്പാദനത്തിലും മാത്രം ചുരുങ്ങിയത് 30 ദശലക്ഷം യൂണിറ്റിൻ്റെ കുറവ് ഈ മൊത്തം വെള്ളത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. വൈദ്യുതി വകുപ്പും സർക്കാരും തുടർച്ചയായ കരാർ ലംഘനത്തിനെതിരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള കരാർ ലംഘനങ്ങളും ഒപ്പം തന്നെ കരാറിനകത്തുള്ള അപാകതകളും പരിഗണിച്ചുകൊണ്ട് കരാർ റദ്ദാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കേരളത്തിന് ലഭിക്കേണ്ട വെള്ളം നേടിയെടുത്തില്ലെങ്കിൽ എറണാകുളം, തൃശൂർ ജില്ലകളിലെ നിരവധി പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമാകും. മാതൃഭൂമി ന്യൂസ്, ചാലക്കുടി.